പുതിയ പ്രതീക്ഷകളോടെ 2025 വരവേറ്റ ലോകം. കിരിബാത്തി ദ്വീപിലാണ് പുതുവർഷം ആദ്യമെത്തിയത്. പിന്നാലെ ന്യൂസിലൻഡും 2025 സ്വാഗതം ചെയ്തു. രാജ്യത്താകമാനം വൻ ആഘോഷ പരിപാടികളാണ് പുതുവർഷ രാവിനെ വരവേൽക്കാൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കർശന സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷായും കോഴിക്കോട്ട് നിന്ന് മുബഷിർ പി അക്ബറും നമുക്കൊപ്പം എത്തുകയാണ്. അലി അക്ബർ ഷാ, ഫോർട്ട് കൊച്ചിയിൽ നേരത്തെ നമ്മൾ കണ്ടതിനേക്കാൾ ആൾക്കൂട്ടമായി മാറുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായും സുജ, നേരത്തെ നമ്മൾ ലൈവ് നിന്നപ്പോൾ ഒരു ആളൊഴിഞ്ഞ പറമ്പായിരുന്നെങ്കിൽ ഇപ്പോൾ ആൾക്കൂട്ടങ്ങൾ എത്തി തുടങ്ങിയിരിക്കുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേർ ഇന്നലെ തന്നെ വന്ന് തമ്പടിച്ചവരുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന്. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ എന്തായാലും വെളി ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ആലോചിക്കുമ്പോൾ വെളി ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞി ഉണ്ടായിരുന്നെങ്കിലും പരേഡ് ഗ്രൗണ്ടിലായിരുന്നു പ്രധാന പരിപാടി, പ്രധാനമായും പാപ്പാഞ്ഞിയെ കത്തിക്കൽ. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം എത്താൻ ശ്രമിച്ചത് പരേഡ് ഗ്രൗണ്ടിലേക്കായിരുന്നു. പിന്നീട് അവിടെ ആൾ കൂടിയപ്പോഴാണ് ബാക്കിയുള്ള ആളുകൾ വെളി ഗ്രൗണ്ടിലേക്ക് എത്തിയത്. പക്ഷേ ഇത്തവണ വെളി ഗ്രൗണ്ടിൽ മാത്രം ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ എല്ലാ ആളുകളും വെളി ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും കഴിഞ്ഞ തവണത്തെ അത്ര ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സമയം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ആൾക്കൂട്ടം എത്തിയിട്ടില്ല. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വലിയ ആൾക്കൂട്ടം എത്തിയാലും അതിനെ നിയന്ത്രിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. 1000-ലധികം പോലീസുകാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇതിനായി വേണ്ടി. ഈ കാണുന്ന ബാരിക്കേഡിന് അപ്പുറത്തായിരിക്കും ആളുകളെല്ലാം നിൽക്കുക. ഈ ഭാഗത്ത് ആളുകൾ നിൽക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം, ഈ രണ്ട് ബാരിക്കേഡുകൾക്കിടയിലുള്ള ഭാഗത്ത് പോലീസ് ഉണ്ടാകും. പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഫയർഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആംബുലൻസ് സംവിധാനമുണ്ട്. എല്ലാം ഇവിടെ സജ്ജമാണ്, പൂർണ്ണ സജ്ജമാണ്. ഏകദേശം 70,000-ലധികം ആളുകൾ എത്തിയാലും ഇവിടെ നിയന്ത്രിക്കാൻ വേണ്ടി. എന്താണ്, എല്ലാം റെഡിയല്ലേ? എവിടുന്നാ വന്നത്? ഞങ്ങള് മലപ്പുറം. എപ്പോ എത്തി? എന്റെ വീട് ഇവിടെയാണ്. ഞങ്ങള് ഇന്ന് വെളുപ്പിനെത്തി. എങ്ങനെയാ ന്യൂ ഇയർ ആഘോഷിക്കാൻ പൂർണ്ണ സജ്ജാണ്? ഞങ്ങളെല്ലാ കൊല്ലം സെറ്റാണ്. പാപ്പാഞ്ഞി കത്തിക്കാൻ റെഡിയാണ്. കത്തിക്കാൻ റെഡിയാണ്.